ദിവസം എനിക്ക് വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് ആയിരുന്നു ഇത്. എനിക്ക് ബ്ലാക്ക് ടങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ കോൺഫിഡൻസിനെ ഇത് വളരെയധികം അഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരുന്നു ആ കമന്റ്. അത് മാത്രമല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കറുത്ത നാക്കിനെ പറ്റിയിട്ട് കൺസേൺ ആയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ അറിയാം. കരുനാക്കുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കരുത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്ലാക്ക് ഹെയറി ടങ്ങിനെ പറ്റിയിട്ടാണ്. അതായത് കരിനാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് എല്ലാവരും കളിയാക്കാറും ഒക്കെയുള്ള ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. എന്താണ് ഈ കരിനാക്ക്, ഇതിന് എപ്പോഴാണ് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. നമ്മുടെ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇത് അപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ട് തരത്തിലുള്ള കരിനാക്കാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക് ഹെയറി ടങ്, രണ്ട് സ്യൂഡോ ഹെയറി ടങ്. കരിനാക്കെന്ന് പൊതുവെ നമ്മൾ പറയുമെങ്കിലും ഇത് പല ഷെയ്ഡിലായിട്ട് കാണാറുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറായിട്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്രേയിഷ് ടിന്റ് ആയിട്ട് ഒക്കെ നമ്മൾ കരിനാക്ക് കാണാറുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. എന്തൊക്കെയാണ് കരിനാക്ക് വരാനുള്ള കാരണങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്ന്, സിഗരറ്റ് സ്മോക്കിംഗ്, പ്രധാനമായിട്ടും പുവർ ഓറൽ ഹൈജീൻ, അതായത് വായുടെ ശുചിത്വമില്ലായ്മ. പിന്നെ ലോങ് ടേം ആയിട്ട് ആന്റിബയോട്ടിക് കഴിക്കുന്നവരിൽ, ലോങ് ടേം ആയിട്ട് ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തുള്ള ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയനും ഒരുപോലെ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഗുഡ് ബാക്ടീരിയയുടെ കുറവ് നമുക്ക് കരിനാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഹെയറി ടങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും. അതുപോലെ തന്നെ മദ്യപാനം, പിന്നെ പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നവരിൽ ഒക്കെ നമുക്ക് ബ്ലാക്ക് ഹെയറി ടങ്ങുകൾ വരാറുണ്ട്. സൈക്കോട്രോപിക് ഡ്രഗ്സുകൾ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നവരിലൊക്കെ ബ്ലാക്ക് ഹെയറി ടങ്ങുകൾ കാണാറുണ്ട്. അതുപോലെ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ റേഡിയേഷൻ ചെയ്യുന്നവരിൽ ബ്ലാക്ക് ഹെയറി ടങ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉമിനീർ പ്രൊഡക്ഷൻ കുറവുള്ള ആൾക്കാരിൽ, ഡ്രൈ മൗത്ത് ഉള്ളവരിലൊക്കെ ബ്ലാക്ക് ഹെയറി ടങ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർക്ക്, അതായത് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവായിട്ടുള്ള അസുഖങ്ങളുള്ളവരിലൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെയറി ടങ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ എഫക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ കോഫി, ടീയുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം, ഇതൊക്കെ ബ്ലാക്ക് ഹെയറി ടങ്ങിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ലിസ്റ്ററിൻ പോലുള്ള മൗത്ത് വാഷുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിലും ബ്ലാക്ക് ഹെയറി ടങ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മൗത്ത് വാഷ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പലരും മൗത്ത് വാഷ് 3 തവണ 4 തവണയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള മൗത്ത് വാഷ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യും. അത് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പൊതുവെ നമ്മൾ ബ്ലാക്ക് ഹെയറി ടങ്ങിന് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള അസുഖമാണ്. കുറച്ച് ആഴ്ചകൾ കാണും, ചിലപ്പോൾ ഇത് തന്നെ സബ്സൈഡ് ആയി പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 2 ടൈപ്പ് ഹെയറി ടങ് ഉണ്ട്. ഒന്ന് പ്യുവർ ആയിട്ടുള്ള ബ്ലാക്ക് ഹെയറി ടങ്, അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ സ്യൂഡോ ഹെയറി ടങ്ങിന് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആവശ്യം വരാറുണ്ട്. അത് കോസ്മെറ്റിക് ആയിട്ട് മാത്രമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രീഡിസ്പോസിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റിന് മറ്റ് അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയറി ടങ് വരാറുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. പിന്നെ ബ്ലാക്ക് ഹെയറി ടങ് ഉള്ള പേഷ്യൻസിന് പലപ്പോഴും കോൺഫിഡൻസ് ഭയങ്കര അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിലാണെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഈ പിഗ്മെന്റേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ മറ്റ് അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വായിലെ ഹെയറി ടങ് വരാറുണ്ട്. ഇങ്ങനെ വരുന്ന അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. എന്താണ് ബ്ലാക്ക് ഹെയറി ടങ്? നമ്മുടെ നാക്കിന്റെ പ്രതലത്തിൽ, പ്രത്യേകിച്ച് മധ്യഭാഗത്തായിട്ട് ഇതുപോലെ ബ്ലാക്ക് ഡിസ്കളറൈസേഷൻ ആയിട്ട് വരും. സാധാരണ നമ്മുടെ നാക്കിന്റെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പാപ്പിലാസ്, അതായത് രസമുകുളങ്ങൾ, ഒരു 1 mm ഹൈറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ബ്ലാക്ക് ഹെയറി ടങ്ങിലുള്ള പാപ്പിലാസ് അഥവാ ഈ രസമുകുളങ്ങൾക്ക് ഒരു 1 സെന്റിമീറ്റർ വരെയൊക്കെ ഹൈറ്റ് വെക്കാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഒരു 2 mm വീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് ഓരോ ആൾക്കാരിനനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എന്നാലും ഏകദേശം ഇത്രയൊക്കെ വലിപ്പം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യന്റ് ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിരിക്കും ഈ നാക്ക് കാരണം. അത് മാത്രമല്ല, ഇതിനകത്ത് ഫുഡ് അക്യുമുലേറ്റ് ചെയ്യാനും പിന്നെ ഫംഗസും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നോർമൽ പാപ്പിലയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്ലെൻസ് ചെയ്ത് പോകുന്ന രീതിയിലാണ്. പക്ഷെ ഈ അബ്നോർമൽ പാപ്പിലാസിന്റെ ഷേപ്പ് നമുക്ക് കൂടുതലായിട്ട് ക്ലെൻസിങ്ങിന് അത്ര ഹെൽപ്പ് ചെയ്യില്ല. അതുപോലെ തന്നെ ഇവിടെ ഫംഗസും ബാക്ടീരിയ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് മറ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ടങ്ങിന്റെ ഒരു സെക്ഷൻ നമ്മൾ മൈക്രോസ്കോപ്പിൽ വീക്ഷിക്കുകയാണെങ്കിൽ കെരാറ്റിൻ വന്ന് നാക്കിൽ ഇതുപോലെ അടിഞ്ഞുകൂടുന്ന നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇതിന്റെ കാരണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സിഗരറ്റ് സ്മോക്കിംഗ്, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയുക, മരുന്നുകളുടെ ഉപയോഗം, അതുപോലെ വായുടെ ശുചിത്വമില്ലായ്മ, ഇതൊക്കെ തന്നെ ഈ
ഇങ്ങനെ നാക്കിൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട്. എങ്ങനെ കരിനാക്ക് അവോയ്ഡ് ചെയ്യാം? വായുടെ ശുചിത്വം നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലർ ആയിട്ട് ടങ് ക്ലീൻ ചെയ്യുക. ടങ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡെബ്രിസ് മാത്രമല്ല റിമൂവ് ചെയ്യുന്നത്, ഈ പാപ്പിലാസിന്റെ എക്സസ് ആയിട്ടുള്ള വളർച്ച പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടങ് ക്ലീൻ ചെയ്യുന്നത് സഹായിക്കും. റെഗുലർ ആയിട്ട് ബ്രഷിങ്ങും ഫ്ലോസിങ്ങിനോടൊപ്പം തന്നെ ടങ് ക്ലീനിങ്ങും ശീലമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വായിൽ എന്ത് ചേഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക. ആവശ്യമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ശരിക്കുമുള്ള ബ്ലാക്ക് ഹെയറി ടങ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 2 വീക്സ് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ നിന്നിട്ട് തന്നെ സബ്സൈഡ് ആയി പോവാറുണ്ട്. അതല്ല ലോങ് ടേം ആയിട്ട് നിൽക്കുവാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലീഷനിൽ, അതായത് നാക്കിലുള്ള ആ ചേഞ്ചിൽ എന്തെങ്കിലും വേദനയോ അതുപോലെ തന്നെ സ്റ്റിക്കിനെസ് ഒട്ടുന്ന പോലെ തോന്നുകയോ അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട്, വായ്നാറ്റമോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നെങ്കിൽ ENT സർജനെയോ അല്ലെങ്കിൽ ഒരു ഡെന്റൽ സർജനെയോ കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. ഇത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? റെഗുലർ ആയിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ബ്രഷിംഗ് ചെയ്യുക, ഫ്ലോസിംഗ് ചെയ്യുക, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മൗത്ത് വാഷുകൾ മാത്രം യൂസ് ചെയ്യുക. അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുള്ള മൗത്ത് വാഷുകളൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാതെ ഇരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലോങ് ടേം ആയിട്ട് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബയോട്ടിക്കുകൾ കൂടി അതിന്റെ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ബ്ലാക്ക് ഹെയറി ടങ് വരാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കും. റെഗുലർ ആയിട്ട് ടങ് ക്ലീൻ ചെയ്യുന്നത് ഈ ലോങ് പാപ്പിലാസ് വരുന്നത് പ്രിവെന്റ് ചെയ്യാനും അതിനിടയ്ക്ക് പിന്നെ ഫുഡ് അക്യുമുലേഷൻ ആയിട്ട് അത് ബ്ലാക്ക് ഹെയറി ടങ് ആവുന്നത് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പേര് പോലെ തന്നെ സ്യൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപടമായിട്ടുള്ള ഹെയറി ടങ് ആണ്. അതായത് അത് ശരിക്കുമുള്ള ഹെയറി ടങ് അല്ല, മറ്റെന്തെങ്കിലും അസുഖത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരുന്ന ഹെയറി ടങ് ആണ് ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. ഇതിന് പലപ്പോഴും ചികിത്സയുടെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും കൂടുതലായിട്ട് കളർ ചേഞ്ചുകളോ അതുപോലെ വായനാറ്റം, വേദന, നാക്കിലൊരു സ്റ്റിക്കിനെസ് ഒക്കെ തോന്നുവാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബാക്ടീരിയൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തും വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നാക്കിൽ അപ്ലൈ ചെയ്യുന്ന ആന്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആന്റി ഫംഗൽ ആയിട്ടുള്ള സൊല്യൂഷൻസുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ കളറാണ് പ്രശ്നം, അത് ഒരുപാട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് സർജിക്കലായിട്ട് റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ലേസർ ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. പല ആൾക്കാരും ഇതൊരു കോസ്മെറ്റിക്, അതായത് ഭംഗിയുടെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവാറുണ്ട്. കാരണം സംസാരിക്കുമ്പോൾ നാക്ക് കറുത്തിരിക്കുന്നത് പല ആൾക്കാർക്കും അൺകംഫർട്ടബിൾ ആയിട്ടും അതുപോലെ കോൺഫിഡൻസിനെയൊക്കെ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ സർജിക്കൽ കറക്ഷൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ലേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇത് റിമൂവ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും പല അസുഖങ്ങളുടെ ഓറൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് അഥവാ വായിലെ പ്രകടമാകുന്ന മാറ്റങ്ങളായിട്ട് നമുക്ക് ഹെയറി ടങ് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് കൊണ്ടാണോ നിങ്ങൾക്ക് ഹെയറി ടങ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ ചെയ്യുക. പല അസുഖങ്ങളിലും വായിൽ ഓറൽ മാനിഫെസ്റ്റേഷനുകൾ വരാറുണ്ട്, അതായത് വായിൽ പ്രകടമാകുന്ന മാറ്റങ്ങൾ വരാറുണ്ട്. ഇതിനെ പറ്റിയിട്ട് പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കരുനാക്കുണ്ടെന്ന് ഓർത്ത് വിഷമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.